അതിനിടയിൽ ഒരു പ്രവർത്തകൻ സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കടന്നു എന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പ്രവർത്തകൻ ചാടിക്കടന്നു എന്ന ഒരു വിവരം ലഭിക്കുന്നുണ്ട്. പോലീസിനെ പ്രതിരോധത്തിലാക്കി പ്രവർത്തകർ പല വഴിയിൽ നിന്നും പ്രതിഷേധം നടത്തുന്നു. ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ ഈ ഒരു CITU നടത്തിയ ഒരു സമരത്തിൻ്റെ നേർക്ക് ഈ പ്രവർത്തകരെത്തി. അങ്ങനെ CITU പ്രവർത്തകരും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കേറ്റമുണ്ടായി. പക്ഷേ അത് വളരെ വേഗത്തിൽ പോലീസ് ഇടപെട്ട് അനുനയിപ്പിച്ചിരുന്നു. പക്ഷേ പ്രവർത്തകർ പല വഴിയിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാനുള്ള ശ്രമം പോലീസിനെ കുഴക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുകയാണ്. കാരണം സാധാരണഗതിയിൽ സമരം നടക്കുന്ന സമര ഗേറ്റ്, അതായത് നോർത്ത് ഗേറ്റ്, അവിടേക്കാണ് പോലീസ് പ്രവർത്തകർ ആദ്യം എത്തിയത്. പക്ഷേ സൗത്ത് ഗേറ്റിലേക്ക് പ്രവർത്തകർ എത്തുന്നത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇപ്പോൾ സൗത്ത് ഗേറ്റിന് മുൻപിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസിന് നേരെ പ്രവർത്തകരുടെ പ്രകോപനം, പോലീസിന്റെ ചെറുത്തുനിൽപ്പ്, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ഈ ഒരു നീക്കം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പോലീസും പ്രതീക്ഷിച്ചതല്ല. കാരണം സാധാരണഗതിയിൽ സൗത്ത് ഗേറ്റിലാണ് നോർത്ത് ഗേറ്റിലാണ് പ്രതിഷേധമുണ്ടാവുക. സൗത്ത് ഗേറ്റിലേക്ക് സമരക്കാർ എത്തുന്നത് പതിവല്ല. പക്ഷേ അപ്രതീക്ഷിതമായി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ പല വഴികളിലൂടെ ചാടിക്കടക്കാൻ ശ്രമിച്ച ശേഷം സമരഗേറ്റ് അല്ലാത്ത സൗത്ത് ഗേറ്റിലേക്ക് പ്രവർത്തകർ എത്തിയതോടുകൂടി പോലീസ് കുഴങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ യുദ്ധ അന്തരീക്ഷത്തിലേക്ക് തലസ്ഥാന നഗരത്ത് അക്ഷരാർത്ഥത്തിൽ യുദ്ധ അന്തരീക്ഷം. ഇപ്പോൾ ബാരിക്കേഡ് തകർത്ത് താഴേക്കിട്ട് പ്രവർത്തകർ ആ സമരത്തെ കൂടുതൽ കടുപ്പിക്കുകയാണ്. പരമാവധി പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും പോലീസ് സംയമനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ, കാരണം ഈ ചെറുത്തുനിൽപ്പ് എന്നതിനപ്പുറത്തേക്ക് പ്രവർത്തകരുടെ ഭാഗത്ത് ഇപ്പോൾ ഇവിടെ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് പ്രവർത്തകർ നീക്കി റോഡിന് നടുവിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ കാഴ്ചകൾ കൂടി കാണുന്നു. ഒരു സമാനതകളില്ലാത്ത സമരം, അതായത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത നിലയിൽ ബാരിക്കേഡ് റോഡിന് നടുവിലേക്ക് ഉരുട്ടിക്കൊണ്ടുവന്ന പ്രവർത്തകർ ആ സമര രീതി കടുപ്പിക്കുകയാണ്. ഒരു വലിയ സമരത്തിലേക്ക് മുൻപെങ്ങും തലസ്ഥാന നഗരിയിൽ ഈ സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു വലിയ സമരം എന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നടത്തിയ സമരം മാറുന്നു. പ്രവർത്തകർ റോഡ് തടസ്സപ്പെടുത്തി ബാരിക്കേഡ് റോഡിന് മുകളിലേക്ക് ഇടച്ചു നീക്കിക്കൊണ്ട് ആ സമരം പോവുകയാണ്. ഈ ഘട്ടത്തിൽ പോലീസ് ഒരു ലാത്തി ചാർജിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. പോലീസ് പ്രതിരോധിക്കാനായി ശ്രമം നടത്തുന്നു, അത് ചെറുത്തു നിൽക്കാനായി ശ്രമം നടത്തുന്നു, ഉന്തും തള്ളും ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള വലിയ മാർഗങ്ങളിലേക്ക്, ആ സമരത്തെ നേരിടാൻ ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള വലിയ മാർഗങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളത് കൂടി കാണണം. എന്തായാലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി വലിയ പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. പോലീസ് ഇപ്പോൾ ഈ പ്രവർത്തകരോട് സംസാരിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ പിന്തിരിയുന്നില്ല. ബാരിക്കേഡ് തിരികെ എടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു ബലപരീക്ഷണം പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നടക്കുകയാണ്. ഒരു വശത്ത് ബാരിക്കേഡ് തിരികെ പിടിച്ചു വലിക്കാൻ പോലീസും, മറുവശത്ത് അത് വിട്ടുകൊടുക്കാതിരിക്കാൻ യൂത്ത് കോൺഗ്രസും ശ്രമം നടത്തുന്നു. അങ്ങനെ പോലീസും പ്രവർത്തകരും തമ്മിൽ തലസ്ഥാന നഗരിയിൽ നടുറോഡിൽ ഒരു ബലപരീക്ഷണം നടക്കുന്നു എന്നുള്ളതാണ്. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 18 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള സമരം അത് മറ്റൊരു നിലയിലേക്ക് കടക്കുന്നു. നോർത്ത് ഗേറ്റിൽ സാധാരണഗതിയിൽ സമരഗേറ്റിലേക്ക് എത്തുന്ന സമരം പല വഴിയിൽ നിന്ന് സെക്രട്ടേറിയറ്റിന് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി. പിന്നാലെ സൗത്ത് ഗേറ്റിലേക്ക് അപ്രതീക്ഷിതമായി പ്രവർത്തകർ ഓടിയെത്തി. അവിടേക്ക് ബാരിക്കേഡ് പ്രവർത്തകർ സ്വയം എടുത്ത് വലിച്ച് നടുറോഡിലേക്ക് ഇട്ടു. അങ്ങനെ റോഡിൽ വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നു, വലിയ സമരം ഉണ്ടാകുന്നു. പ്രവർത്തകർ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു വടംവലി പോലീസും പ്രവർത്തകരും തമ്മിൽ നടുറോഡിൽ, തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ നടുറോഡിൽ ഒരു വടംവലി പോലീസും പ്രവർത്തകരും തമ്മിൽ നടക്കുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാൻ കഴിയും.